ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഡയോഡ് എങ്ങനെ ചെക്ക് ചെയ്യാം, SMDയുടെ, പിന്നെ കോയിൽ എങ്ങനെ ചെക്ക് ചെയ്യാം, ട്രാൻസിസ്റ്റർ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ട്രാൻസിസ്റ്റർ മാത്രം ചെക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ലാത്തവർ ഒരു തവണയും കൂടെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഡയോഡിൻ്റെ സിമ്പല്. ഇതിൽ ഈ വരെയുള്ള ഭാഗം ആണ് കാഥോഡ്, അതായത് നെഗറ്റീവ്. ഡയോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടത്തെ ഡയോഡ് ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഒരു സിൽവർ കളർ വരയുണ്ടാവും. ആ വരയുള്ള ഭാഗമാണ് നെഗറ്റീവ് അഥവാ കാഥോഡ്. ഡയോഡിൻ്റെ നമ്മുടെ SMD ഡയോഡിൻ്റെ പടം ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ സിമ്പലും ഇതുപോലൊക്കെ തന്നെയാണ്. ഇത് സെയിമാണ് സിമ്പല്. ഇതിൻ്റെ ഉപയോഗം, ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് കറണ്ട് കടത്തിവിടും, ഒരു സൈഡിലേക്ക് തിരിച്ച് കടത്തിവിടുകയില്ല. ഇതാണ് ഈ ഡയോഡിൻ്റെ ധർമ്മം. രണ്ട് സൈഡിലേക്കും ഡയോഡ് കറണ്ട് കടത്തിവിട്ട, അതായത് നിങ്ങൾ മൾട്ടിമീറ്ററിന് കണ്ടിന്യൂറ്റി പ്രോബിൽ വയ്ക്കുക. രണ്ട് സൈഡിലേക്കും കണ്ടിന്യൂറ്റി കാണിക്കുന്നുവെങ്കിൽ, രണ്ട് സൈഡിലേക്കും റീഡിങ് കാണിക്കുന്നുവെങ്കിൽ, കണ്ടിന്യൂറ്റി ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണെന്നൊരിൽ രണ്ട് സൈഡിലേക്കും റീഡിങ് കാണിക്കുന്നുവെങ്കിൽ ആ ഡയോഡ് പോയതാണ്. അനലോഗ് മൾട്ടിമീറ്റർ ആണെങ്കിൽ രണ്ട് സൈഡിലേക്കും റെസിസ്റ്റൻസ് കാണിക്കുന്നതെങ്കിൽ ആ ഡയോഡ് പോയതാണ്. പിന്നെ ഈ ഡയോഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഡയോഡ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഞാനത് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഡയോഡുകൾ കൂടിച്ചേരുന്നതാണ് ഒരു ട്രാൻസിസ്റ്റർ. ഇങ്ങനെ ഒരു സിൽവർ കളർ ഉണ്ടാവും, ഇങ്ങനെ ഒരു സിൽവർ കളർ ഉണ്ടാവും. വലിയ ഡയോഡിനകത്ത് അതിൻ്റെ രണ്ട് പോയിൻറ്റുകൾ, അങ്ങനെയാണ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ 3 ലെഗ് വരുന്നത്. ട്രാൻസിസ്റ്റർ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഈ 3 ലെഗുകൾ വരുന്നത് ഇങ്ങനെ 1, 2, 3 അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 ലെഗുകളിൽ, ട്രാൻസിസ്റ്ററിൻ്റെ 3 ലെഗുകളിൽ 3 ലെഗുകൾക്ക് ഓരോ പേരുണ്ട്: എമിറ്റർ, ബേസ്, കളക്ടർ. അത് ഏതാണെന്ന് പറയാൻ പറ്റുകയില്ല. ചിലപ്പോൾ ഇതായിരിക്കും എമിറ്റർ, നടുക്കത്തെ ആയിരിക്കും ബേസ്, ഒടുവിലത്തെ ആയിരിക്കും കളക്ടർ. ഇത് തിരിഞ്ഞും വരാം. ഇത് ഓരോരോ ട്രാൻസിസ്റ്ററിൻ്റെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരാം. അപ്പം നമ്മളിതെങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ട്രാൻസിസ്റ്റർ 2 ടൈപ്പിലുണ്ട്, PNPയും NPNയും. അതിനനുസരിച്ച് ഇതിൻ്റെ ചിലപ്പോൾ ഈ ബേസ് ആദ്യമായിരിക്കും, ബേസ്, എമിറ്റർ, കളക്ടർ ഇങ്ങനെ വരാം. പിന്നെ അല്ലെന്നൊരു കളക്ടർ ആദ്യം വരാം, ഇവിടെ ബേസ് വരാം, ഇവിടെ എമിറ്റർ വരാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ നിങ്ങൾ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാൻ നേരം ഈ പോളിൽ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് വയ്ക്കുക, ഇപ്പുറത്തെ പ്രോബിൽ വയ്ക്കുക. റീഡിങ് കാണിക്കുന്നതെന്ന് നോക്കുക. ഈ രണ്ട് പ്രോബിൽ വെച്ച് റീഡിങ് കാണിക്കുന്നതെന്ന് നോക്കുക. കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോബുകളൊന്ന് തിരിച്ചു വയ്ക്കുക. ഈ രണ്ട് ഇതിൽ തന്നെ നേരെ തിരിച്ചു വയ്ക്കുക. തിരിച്ചു വയ്ക്കുമ്പോൾ കാണിക്കരുത്. അപ്പോൾ ഒരു ഡയോഡിൻ്റെ ഫങ്ഷൻ ഓക്കെ ആയി. അങ്ങനെ 2 ഡയോഡിൻ്റെ കണക്ഷൻ കാണിക്കണം ഈ ഒരു ട്രാൻസിസ്റ്ററിനകത്ത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ട്രാൻസിസ്റ്ററിൻ്റെ 3 ലെഗിൽ ഈ ഇവിടെ പോസിറ്റീവ് വെച്ചെന്ന് വെച്ചു, പോസിറ്റീവ് പ്രോബ് വെച്ച് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി പ്രോബിലിട്ടേച്ച് ഇതിൽ പോസിറ്റീവ് പ്രോബ് വെച്ച്, ഇവിടെ നെഗറ്റീവ് പ്രോബ് വെച്ച്. ഇതിൽ റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ പ്രോബ്, അതായത് ഈ പോസിറ്റീവ് പ്രോബ് എടുത്ത് ഇവിടെ വെച്ച് നെഗറ്റീവ് പ്രോബ് ഇവിടെ വയ്ക്കുമ്പോൾ റീഡിങ് കാണിക്കാൻ പാടില്ല. അങ്ങനെ വേറൊരു കണക്ഷനും കൂടെ ഇതിനകത്ത് വരണം. അങ്ങനെയുണ്ടെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ വർക്കിംഗ് ആണ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല, ഇതും കൂടെ ഒരു സൈഡിലേക്ക് കാണിക്കും മറ്റേ സൈഡിലേക്ക് കാണിക്കുകയില്ല എന്ന് പറയാൻ പറ്റില്ല. അത് 2 ഡയോഡിൻ്റെ കണക്ഷൻ നിങ്ങൾ കറക്റ്റാണെന്ന് നോക്കുക. അങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുന്നത്.
ഇനി പറയാനുള്ളത് കോയിലാണ്. കോയിലിൻ്റെ സിമ്പൽ ഇങ്ങനെയാണ്. അതിൻ്റെ SMDയുടെ ആണെന്നൊരിൽ കോയിലിരിക്കുന്നത് ഇതേപോലെയാണ്. അതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതല്ല, അതിന് കറക്റ്റ് ഇത് കൂട്ടുണ്ട്. കുറച്ച് ചെമ്പ് കമ്പികൾ ഇങ്ങനെ ചുറ്റി ഒരു 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 ഇത് കൂട്ടയിൽ ഒരു ദണ്ടയിൽ കുറേ വയറ് ചുറ്റി രണ്ടറ്റമുള്ളതാണ്. ഈ രണ്ടറ്റത്തും കണ്ടിന്യൂറ്റി കാണിക്കണം, തിരിച്ചു വെച്ചാലും കാണിക്കണം. ഒരു സൈഡിലേക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു വെച്ചാലും കാണിക്കും. അതായത് ഇതൊരു കറക്റ്റായിട്ടുള്ള ഒരു കണ്ടക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ആ കോയിൽ നല്ലതാണെന്ന് വിചാരിക്കുക. കോയിലിനാകെ 2 പോളേ ഉള്ളൂ. ആ 2 പോളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂറ്റി കാണിക്കണം. അങ്ങനെയാണെങ്കിൽ കോയിൽ നല്ലതാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ കാര്യവും മനസ്സിലായല്ലോ. ഡയോഡിൻ്റെ കാര്യം, ഒരു സൈഡിലേക്ക് കറണ്ട് കടത്തിവിടും, മറ്റേ സൈഡിലേക്ക് കറണ്ട് കടത്തി വിടുകയില്ല. അതായത് ഒരു സൈഡിലേക്ക് കണ്ടിന്യൂറ്റി കാണിക്കാവുള്ളൂ. അങ്ങനെയാണെന്നൊരു ഡയോഡൊക്കെ. ട്രാൻസിസ്റ്ററിൻ്റെ കാര്യത്തിൽ ഇച്ചിരി ചെക്ക് ചെയ്യേണ്ട കാര്യം, 2 ഡയോഡാണെന്ന് വിചാരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക. അന്നേരപ്പോൾ കറക്റ്റായിട്ട് ട്രാൻസിസ്റ്റർ പോയതാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കമ്പോണൻസ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ബോഡിയിൽ നിന്ന് അഴിച്ച് മാറ്റി വെച്ചേച്ച് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ബോർഡിൻ്റെ ഫുള്ള് റെസിസ്റ്റൻസ് കാണിക്കും. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വാല്യൂ കിട്ടത്തില്ല. അപ്പോൾ കമ്പോണൻസ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ പുറത്ത് വെച്ച്, ട്രാൻസിസ്റ്ററൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് ബോർഡിൻ്റെ പുറത്ത് വെച്ച് ചെക്ക് ചെയ്യണം. ഡയോഡും ഈ പറഞ്ഞ പോലെ തന്നെ ചെക്ക് ചെയ്യണം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ കാഥോഡിൻ്റെ നെഗറ്റീവ് പറഞ്ഞു. ഇത് പ്ലസ് ആണ്, അതായത് ആനോഡാണ്. ഇത് കാഥോഡ്. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രാൻസിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ട്രാൻസിസ്റ്ററിൻ്റെ പോട്ടെ, ഇങ്ങനെയാണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞല്ലോ. അപ്പം ഇതിപ്പം ഇതിൻ്റെ ഈ സിൽവർ ലൈന് ഇങ്ങനെയല്ലേ, രണ്ടും ഒരുമിച്ചല്ലേ. അപ്പം ചില കേസുകൾ ഈ 2 ടൈപ്പ് ട്രാൻസിസ്റ്റർ വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡയോഡ് തന്നെ ഒരു മിനിറ്റ്, ഈ ഡയോഡ് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വെച്ച്, ഈ സിൽവർ കളറുള്ള ഭാഗം എന്നിട്ട് ഈ സിൽവർ കളറുള്ളത് ഇങ്ങോട്ടും തിരിച്ചു വെച്ച്, ഇങ്ങനെ വന്നു കഴിയുമ്പോൾ 1, 2, 3 ഇത് വേറൊരു സൈസ് ട്രാൻസിസ്റ്ററാണ്. അങ്ങനെയാണ് 2 തരത്തിലുള്ള ട്രാൻസിസ്റ്റർ വരുന്നത്. ഇവിടെ വരുമ്പോൾ സിമ്പൽ 2 ഒരു സൈഡിലേക്ക് വരും. അതായത് കാഥോഡ് 2 കൊടുത്തേക്കുന്നു. ഇവിടെ ഒരു കാഥോഡും ഒരു ആനോഡും കൊടുത്തേക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ PNP NPNും വരുന്നത്. അപ്പം അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന രീതിക്ക് അങ്ങ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസിസ്റ്റർ പോയതാണോ അല്ലയോ എന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മൊബൈൽ സംബന്ധമായ ഒട്ടുമിക്ക വീഡിയോകളും ഈ ചാനലിലൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.